ഹലോ ക്ലാസ്, വെൽക്കം ടു ദ നെക്സ്റ്റ് ലെക്ചർ ഓൺ നെറ്റ്വർക്ക് തിയറി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രാൻഷ്യൻറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ നെറ്റ്വർക്ക്സ് എടുത്തു ഇല്ലേ, പലതരം ലെറ്റ്സ് നെറ്റ്വർക്ക്സ് എടുത്തു. ഈ നെറ്റ്വർക്കിൽ എലമെൻറ്റ്സ് ക്യാൻ ബി റെസിസ്റ്റേഴ്സ്, ഇറ്റ് ക്യാൻ ബി ഇൻഡക്ടേഴ്സ്, ഇറ്റ് ക്യാൻ ബി കപ്പാസിറ്റേഴ്സ്, ഇതിൻ്റെ പല കോമ്പിനേഷനും ആവാം. പിന്നെ ഈ നെറ്റ്വർക്ക്സിൽ നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് സോഴ്സസ് നമ്മൾ കൊടുത്തു ഇൻപുട്ടായിട്ട് അല്ലേ. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, പല പോയിൻറ്റ്സിലുള്ള കറണ്ട്, പല രണ്ട് പോയിൻറ്റിന് അക്രോസുള്ള വോൾട്ടേജ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്തു, ഇമ്പീഡൻസ് കണ്ടു. ഇതിൽ തന്നെ AC അനാലിസിസും DC അനാലിസിസും എല്ലാം നമ്മൾ നടത്തി. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ എല്ലാത്തിലും ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇതെല്ലാം സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ ചെയ്തത്. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തു, നമ്മൾ മെഷർ ചെയ്തു. ഈ ഇൻപുട്ട് കൊടുക്കുന്ന കണ്ടീഷനിലല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് എപ്പോഴോ കൊടുത്തിട്ടുണ്ട്, നമ്മൾ മെഷർ ചെയ്യാനായിട്ട് പോകുമ്പോൾ സർക്യൂട്ടിൽ എന്താണ് സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് എല്ലാം ഫിക്സ്ഡ് ആണ്, വേറെ ചേഞ്ച് ഒന്നും വരത്തില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ നെറ്റ്വർക്ക് വെൻ വി വർ അനലൈസിങ്. ആ കണ്ടീഷനാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ചേഞ്ച് ഒന്നും ഇല്ലാതെ സിസ്റ്റം സ്റ്റേബിളായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നാൾ ചെയ്തിരുന്ന അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ആണ്. നോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ ഗോയിങ് ടു ഡു വാട്ട് ഇസ് നോൺ ആസ് എ ട്രാൻഷ്യൻറ്റ് അനാലിസിസ്. ഓക്കെ, ട്രാൻഷ്യൻറ്റ് അനാലിസിസ്. the word transient means ആ ചേഞ്ച് നടക്കുന്ന സമയത്തുള്ള ഒരു അനാലിസിസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് കൺസിഡർ ദിസ് നെറ്റ്വർക്ക്, കൺസിഡർ ദിസ് പാർട്ടിക്കുലർ നെറ്റ്വർക്ക്. ഓക്കെ, ഈ നെറ്റ്വർക്കിലേക്ക് ഞാനൊരു സോഴ്സ് കൊടുക്കുന്നു. ലെറ്റ് ദിസ് ബി എനി സോഴ്സ്, ലെറ്റ് ദിസ് ബി എ വോൾട്ടേജ് സോഴ്സ്, ലെറ്റ് ദിസ് ബി എ കറണ്ട് സോഴ്സ്, let this be an AC source, DC source, doesn't matter. The only thing is that this is a source. ഓക്കെ, ഈ സോഴ്സ് നമ്മളിതിലോട്ട് കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്നതിന് മുമ്പ് ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ദിസ് കണ്ടെയ്ൻസ് പാസീവ് ബൈലാറ്ററൽ നെറ്റ്വർക്ക് എലമെൻറ്റ്സ്. എന്തൊക്കെയാണ്? റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്. ഇതിൻ്റെ എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇതിന് നമ്മൾ ഒരു സോഴ്സ് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഈ കണക്ട് ചെയ്യുന്നതിന് ഇടയിൽ ഈ ഒരു എലമെൻറ്റ്, ദിസ് ഇസ് എ സ്വിച്ച്. നമ്മൾ ലൈറ്റും ഫാനും ഒക്കെ ഇടാൻ, ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചാണ്. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഇനിഷ്യലി ഓപ്പൺ ആയിരിക്കുകയാണ്. ദിസ് ഈസ് ആൻ ഓപ്പൺ സ്വിച്ച്, ദിസ് ഈസ് എ ക്ലോസ് സ്വിച്ച്. ഓക്കെ, ദിസ് ആരോ ഡിനോട്ട്സ് ദാറ്റ് എന്താണ്, ഇനീഷ്യലി ഓപ്പൺ ആയിരുന്ന സ്വിച്ച് എപ്പോഴോ ക്ലോസ് ചെയ്യും. എപ്പോഴാണത് ക്ലോസ് ചെയ്യുന്നത്? അറ്റ് ടൈം t = 0. ടൈം t = 0 സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡിനോട്ട് ചെയ്യാൻ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ടൈമാണ് t = 0. അതിന് മുമ്പും സർക്യൂട്ടുണ്ട്, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്, t = 0 എന്ന് പറയുന്ന ടൈമിലാണ് സ്വിച്ച് ക്ലോസ് ചെയ്തത്. നമ്മൾ പിന്നെ അവിടെ നിന്ന് അനാലിസിസ് നടത്തുകയാണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാമെന്നറിയില്ല, പണ്ട് സ്റ്റാർട്ടറും ചോക്കും ഒക്കെ ഉള്ള ട്യൂബ് ലൈറ്റ് ഓർമ്മയുള്ളവർക്കാണെങ്കിൽ അറിയാം. അത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയത്ത് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്ത് കഴിഞ്ഞിട്ടേ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കത്തി നിൽക്കുള്ളായിരുന്നു. ആ ഒരു ഫ്ലിക്കർ ചെയ്യുന്നൊരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതാണ് എന്താണ് ട്രാൻഷ്യൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്മുടെ ലെറ്റ്സ് സേ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കണം. ഇതാണ് നമ്മുടെ വോൾട്ടേജ്. ഈ പർട്ടിക്കുലർ ലെവലിലേക്ക് നമ്മൾ വോൾട്ടേജ് എത്തിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഒരു ഇനിഷ്യൽ കണ്ടീഷൻസ് വി ഇനിഷ്യൽ. അപ്പോൾ ഈ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 0 ആവാം, വേറെ ഏതെങ്കിലും നോൺ സീറോ വാല്യൂ ആവാം. അപ്പം ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന t = 0 സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ, ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്തുള്ള ഏതോ ഒരു വോൾട്ടേജ്, നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം, അങ്ങനെയുള്ള എന്ത് വാല്യൂ ആവാം. ഓക്കെ, സോ വി ആർ ട്രൈങ് ടു മെഷർ ഇറ്റ് ആൻഡ് this may change like this and reach this particular VSS at some point.
അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാമായിരിക്കാം. ഓർ മേ ബി എന്താണ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചേഞ്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തെത്താമായിരിക്കാം. എനിവേ അങ്ങനെ എന്താണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഈ വി ഓഫ് ടി എന്ന് പറയുന്ന സാധനം ഇറ്റ് ഹാസ് റീച്ച്ഡ് സ്റ്റഡി സ്റ്റേറ്റ്. ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മൾ എത്തി അസ്യൂം ചെയ്യണം. ആ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുന്നതിനിടയ്ക്കുള്ള ഈ സാധനം ഇതാണ് ട്രാൻഷ്യൻറ്റ്. ഓക്കെ, ട്രാൻഷ്യൻറ്റ് സ്റ്റേറ്റ്. ലെറ്റ്സ് സേ ട്രാൻഷ്യൻറ്റ് സ്റ്റേറ്റ്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഈവൻ ഓഫും ആവാം, ഇത് ക്ലോസ് ചെയ്തിരുന്നത് ഓപ്പൺ ചെയ്യുന്നതും ആവാം. ആ ചേഞ്ച്, ആ സഡൻ ചേഞ്ച്, ആ മൊമെൻറ്റിലുള്ളൊരു ചേഞ്ച് വരുമ്പോൾ സർക്യൂട്ടിലുണ്ടാകുന്ന ചേഞ്ചസ്, സർക്യൂട്ടിലുള്ള വോൾട്ടേജ് ആൻഡ് കറണ്ട് വാല്യൂസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ മാറ്റത്തിനെ പഠിക്കുന്നതാണ് ട്രാൻഷ്യൻ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സോഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഐ സെഡ് ബിഫോർ, ഇറ്റ് ക്യാൻ ബി വാട്ട്, ഇറ്റ് ക്യാൻ ബി എ ഡി സി വോൾട്ടേജ് ഓർ എ ഡി സി കറണ്ട്, ഡസൻറ്റ് മാറ്റർ. അതൊരു ഇമ്പൾസ് ആവാം. ഇമ്പൾസ് വിൽ ലുക്ക് അറ്റ് ദിസ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ഓക്കെ, ചിലത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അതൊരു എന്താണ് എക്സ്പോണൻഷ്യൽ ആവാം, ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ ആവാം, ഡീക്കേയിങ് എക്സ്പോണൻഷ്യൽ ആവാം, അല്ലെങ്കിൽ അതൊരു സൈനസോയിഡ് ആവാം. ഓക്കെ, ഇങ്ങനെ പലതും ആവാം ഈ സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാവാം? ഇത് ജസ്റ്റ് സിമ്പിൾ റെസിസ്റ്റേഴ്സ് മാത്രമുള്ള നെറ്റ്വർക്ക് ആവാം, റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഉള്ള നെറ്റ്വർക്ക് ആവാം, റെസിസ്റ്റേഴ്സും ഇൻഡക്റ്റേഴ്സും ഉള്ള നെറ്റ്വർക്ക് ആവാം. ഇനി 3 എലമെൻറ്റും ഉള്ള നെറ്റ്വർക്ക് ആവാം. സോ ദർ ആർ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ്. അങ്ങനെയുള്ളതാണ് വരുന്നത്. സോ നമ്മൾ ഇത്രയും നേരം എന്താണ് ചെയ്തത്? നമ്മൾ വി ജസ്റ്റ് made a brief introduction regarding what a transient state is, what a steady state is, and we mentioned that we are going to try to analyze transient state because we have already learned to analyze steady state of a network. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്സ് ആവാമെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ഓഫ് ഔട്ട്പുട്ട് ആവാമെന്ന് പഠിച്ചു. ഓക്കെ, ഇനി before moving forward, there is one word I want you to be familiar with. It is called as order of the network. Order of the network. ഇതിന് നമ്മൾ വേറൊരു രീതിയിൽ പിന്നീട് പഠിക്കും. പക്ഷെ വൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇസ് എന്താണ്? ഇറ്റ് ഈസ് നമ്പർ ഓഫ് എനർജി storing elements which cannot be combined together. Okay, so energy store, അത് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പോകും. എനർജി സ്റ്റോറിങ് എലമെൻറ്റ്സ് ഏതൊക്കെ? എനർജി സ്റ്റോറിങ് എലമെൻറ്റ്സ് കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഇനി വിച്ച് കനോട്ട് ബി കമ്പൈൻഡ് ടുഗെദർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, സപ്പോസ് യു ഹാവ് എ നെറ്റ്വർക്ക് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ 2 എനർജി സ്റ്റോറിങ് എലമെൻറ്റ്സ് ഉണ്ട്. ലെറ്റ്സ് സേ C1 and C2. But the thing is, these are in parallel and you can combine them together. Alle? So this is a first order network. Right. But consider this system. ഇങ്ങനൊരു നെറ്റ്വർക്ക് ആണെങ്കിലോ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും നമുക്ക് കമ്പൈൻ ചെയ്തൊരു ഇക്വലൻ്റ് ഇതെടുക്കാൻ കഴിയില്ല. സോ അങ്ങനെ വരുമ്പോൾ ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ നെറ്റ്വർക്ക്. സോ നമ്പർ ഓഫ് എനർജി സ്റ്റോറിങ് എലമെൻറ്റ്സ് ആണ് ഇത് കമ്പൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കണ്ടീഷനും കൂടെ നമ്മൾ നോക്കണം. അതാണ് എൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡറിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ഇനി while we are trying to
analyze this particular type of problems, that is transient response, we can go about it in two ways. The first one is time domain analysis. Time domain analysis എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ്. ഓക്കെ, വി എഫ് ടി ഐ എഫ് ടി എന്നൊക്കെ എടുത്തിട്ട് ആസ് ടൈം ചേഞ്ചസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ നോക്കും. ദെൻ ദി അതർ വൺ ഇസ് എസ് ഡൊമൈൻ അനാലിസിസ്. എസ് ഡൊമൈൻ ഫ്രീക്വൻസി ഡൊമൈൻ എന്നും പറയാം, ബട്ട് ഫോർ ദ ടൈം ബീയിങ് ലെറ്റ്സ് കോൾ ഇറ്റ് എസ് ഡൊമൈൻ. എന്തുകൊണ്ട് എസ് ഡൊമൈൻ എന്ന് പറയുന്ന? ബിക്കോസ് വി യൂസ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിനെ നമ്മൾ വേറൊരു ഡൊമൈനിലേക്ക് കൊണ്ടുപോകും. ഏത് ഡൊമൈനിൽ? എസ് ഡൊമൈനിൽ. ഓക്കെ, സോ ബൈ നൗ യു ഷുഡ് നോ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എല്ലാ അതിൻ്റെ ഫങ്ഷൻസിനെ, ദാറ്റ് ഈസ് സപ്പോസ് ഇഫ് ദ ഫങ്ഷൻ ഇഫ് എക്സ് ഓഫ് ടി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എക്സ് ഓഫ് എസ്. വേരിയബിൾ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടൈമിൽ നിന്ന് എസ് എന്ന് പറയുന്നൊരു വേരിയബിളിലേക്ക് പോകും, which is sigma plus j omega. We'll come to this, we'll see Laplace transform in a little bit detail later. അതായത് നമ്മുടെ ഈ കോഴ്സിന് ആവശ്യമുള്ള അത്രയും ഡീറ്റെയിൽ നമുക്ക് നോക്കാം. നമ്മൾ എസ് ഡൊമൈൻ അനാലിസിസ് തുടങ്ങുന്നതിന് മുമ്പ് ലാപ്ലേസ് ട്രാൻസ്ഫോം ബ്രഷ് അപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ബട്ട് ഫോർ ദ ടൈം ബീയിങ് വിൽ സ്റ്റിക്ക് വിത്ത് ടൈം ഡൊമൈൻ അനാലിസിസ്. അപ്പോൾ അതിൽ തന്നെ ഒന്ന് രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് പോലെ നോക്കിയിട്ട് വി വിൽ സീ സം പ്രോബ്ലംസ്. ഓക്കെ, so let's see the DC or step response of an RL circuit. Okay, so ഇതിൽ DC എന്ന് പറയുമ്പോൾ എന്താണ്? It is a constant voltage of any particular value. Let's say Vs. This is a voltage and this is a time. ഇത് തന്നെയാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓർ എ സിഗ്നൽ വിച്ച് ഇസ് 0 ഫോർ ടി ലെസ് ദാൻ 0. അതായത് ഈ ലെഫ്റ്റിലോട്ട് ടി ഈക്വൽ ടു 0യുടെ ലെഫ്റ്റിലോട്ട് 0 ആയിരിക്കും. ടി ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ആകുമ്പോഴെന്ത് പറ്റും? 1 ആവും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് യൂസിങ് u of t is equal to, let's say, 1. This is a unit step function for all t greater than 0 and equal to 0 for all t less than 0. ഇതാണ് ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന എന്താണ് ഈ ഒരു സാധനം? ദിസ് ഈസ് നോട്ട് എ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, ദിസ് ഇസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓഫ് വോൾട്ടേജ് ഓഫ് വാല്യൂ വി എസ് എന്ന് പറയുന്നത് സാധനം. ഓക്കെ, അത് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. കുറേ നേരം അതില്ല, ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഹൗ ഡു യു മോഡൽ ദാറ്റ് ഇൻ സർക്യൂട്ട്? അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡി സി സോഴ്സ് എടുക്കും ഓഫ് വാല്യൂ വി എസ് ആൻഡ് നമ്മളൊരു സ്വിച്ച് ഇടും. ഓക്കെ, ആൻഡ് വി സേ ദാറ്റ് ദിസ് സ്വിച്ച് ക്ലോസസ് അറ്റ് ടി ഈക്വൽ ടു 0. അത് ടി ഈക്വൽ ടു 0 വരെ ഈ സോഴ്സ് നമ്മുടെ നെറ്റ്വർക്ക്, വാട്ട് എവർ നെറ്റ്വർക്ക് ഇസ് ഹിയർ, അതുമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷേ ടി ഈക്വൽ ടു 0 മുതൽ ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഓഫ് വാല്യൂ വി എസ് അതിൽ ഉണ്ടാവും. എൻ്റെ സർക്യൂട്ട് ഇസ് ആൻ RL സർക്യൂട്ട്. ഓക്കെ, RL ഇത് തന്നെ ആയിക്കോട്ടെ വാല്യൂ. ഓക്കെ, സോ ദിസ് ഇസ് ദ ജനറൽ മെത്തേഡ് ഓഫ് ഹൗ യു അപ്രോച്ച് a transient analysis of a circuit in time domain. Let's see how it is done. So first നമ്മളൊരു കറണ്ട് മാർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ഇതൊരു ഇൻഡക്ടർ അല്ലേ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ വേരിയബിൾ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്നത് കറണ്ടാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? വിൽ സിംപ്ലി റൈറ്റ് ദ KVL. നമ്മൾ യൂസ് ചെയ്ത ടൂൾസ് എല്ലാം സിമിലർ ആണ്. ഓൺലി തിങ് ഈസ് നമ്മൾ ഇതുവരെ ആൾജിബ്രൈക് ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി മുതൽ എന്താവും? ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഇൻ്റഗ്രോ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആവും. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് VS is equal to R into I plus ഇവിടുത്തെ വോൾട്ടേജ്. വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ആൻ ഇൻഡക്ടർ? ഇറ്റ് ഈസ് L di by dt. ഓക്കെ, സോ നൗ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് di by dt മാത്രമായിട്ട് എടുക്കാം.
So that becomes di by dt plus r by L into I is equal to Vs by L. Okay, ഇതിനെ ഈ ഒരു ഫോമിലാക്കി. So this is of the form, എന്താണ്, this is of the form dx by dt plus some px is equal to k എന്നുള്ളൊരു ഫോമിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമ്മൾ സൊല്യൂഷൻസ് കണ്ടിട്ടുണ്ട്. എന്താണ്, what is the solution for this type of an equation? That is x is equal to e to the power of minus pt integral k e to the power of pt dt plus c e to the power of minus pt. ഇതാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. നൗ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് അവർ തിങ്. ഓക്കെ, ഇതിങ്ങനെ മറികടന്നുണ്ട് നമ്മുടെ പർട്ടിക്കുലർ ഇതിൽ ഇത് എങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നത്. സോ ഹിയർ ഫോർ എക്സ് എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന ഐ അല്ലേ. സോ ദ സൊല്യൂഷൻ ഈസ് I is equal to C. C is some constant, we don't know. E to the power of, and then ഈ ടേം നമ്മൾ ആദ്യം എഴുതുന്നത് പിക്ക് പകരം ആർ ബൈ എൽ ആവും അല്ലേ. പിക്ക് പകരം ആർ ബൈ എൽ ആവും. സോ മൈനസ് ആർ ബൈ എൽ ടി പ്ലസ് ഇ ടു ദ പവർ ഓഫ് മൈനസ് ആർ ബൈ എൽ ടി ഇൻറ്റു ഇൻ്റഗ്രൽ v by L e to the power of r by L t. ഇനി നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് രണ്ടും വെട്ടിപ്പോവും. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ഐ ഈക്വൽ ടു സി ഇ ടു ദ പവർ ഓഫ് മൈനസ് ആർ ബൈ എൽ ടി പ്ലസ് വി ബൈ ആർ എന്നുള്ളൊരിത് കിട്ടും. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ഇതിൽ എന്താണ്, at this point this is more or less solved. കാരണം നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. എക്സാക്ട് സൊല്യൂഷൻ അല്ലെന്നേ ഉള്ളൂ, നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് തിങ്സ് ആർ ചേഞ്ചിങ്. നമുക്ക് ഒരു കാര്യം എന്താണ്, ഈ ദിസ് സി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഫൗണ്ട്, ദിസ് ഈസ് അവർ സൊല്യൂഷൻ. ആൻഡ് ടു ഫൈൻഡ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ വി ഹാവ് ടു ഫൈൻഡ് ദിസ് സി, സൊല്യൂഷൻ ഫോർ സി. ആൻഡ് ദാറ്റ് ഈസ് ഫൗണ്ട് യൂസിങ് what is known as initial conditions. Initial conditions. What is initial conditions? We are considering an inductor here, right? Or a capacitor in another case. So that is, we are using energy storing elements. So energy storing elements means നമ്മൾ ഓക്കെ സ്വിച്ച് ടി ഈക്വൽ ടു 0 ക്ലോസ് ചെയ്യുന്നു, അത് മുതൽ ഈ വി എസ് എന്ന് പറയുന്ന സോഴ്സിന് എഫക്റ്റ് ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് എന്താ കണ്ടീഷൻ നമുക്കറിയില്ല. ഇറ്റ് മേ ഹാവ് സം സ്റ്റോർഡ് എനർജി. ആ സ്റ്റോർഡ് എനർജി ആണെങ്കിൽ അതൊരു കറണ്ട് വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. ഒരു I0, ലെറ്റ്സ് കോൾ ഇറ്റ് I0 എന്ന് പറയുന്നൊരു വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. കപ്പാസിറ്റർ ആണെങ്കിൽ എന്താണ്, V0 എന്ന് പറയുന്നൊരു വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. എനിവേ സം സ്റ്റോർഡ്. ആ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഇഫ് at t equal to 0, I equal to 0, അതായത് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ this equation become 0 equal to c into e to the power of something into t is 0 plus v by r എന്നുള്ളൊരു ഇത് വരും. സോ that will become 0 equal to c ആണ്, ഈ അല്ല, c plus Vs by R. Okay, C plus Vs. This is Vs. Okay, again Vs. It's Vs by R. So this will give C is equal to minus Vs by R. Now suppose at t equal to 0, if we have t equal to 0, we have I equal to I0. What does it imply? It implies some energy stored in the inductor and then which manifests as an initial current of I0. Okay, അങ്ങനെയാണെങ്കിൽ ഈ സാധനം എന്ത് പറ്റും,
I0 equal to C plus Vs by R എന്നാണ്. That means I becomes I എന്താവും, നമ്മുടെ ഐയുടെ വാല്യൂ എന്താണ്, വാട്ട് ഈസ് I, or rather sorry, let's write ഇതിൽ നമുക്ക് what will we get as C is equal to I0 minus Vs by R എന്നാവും അല്ലേ. അപ്പം നമ്മുടെ സൊല്യൂഷൻ എന്താവും, I is equal to I0 minus Vs by R into e to the power of minus R by LT plus Vs by R എന്നാവും അല്ലേ. So this is our complete solution, right? This is our complete solution for the step response of a RL circuit. I just want to ഇതിനെ ഈ സൊല്യൂഷൻ ഒന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ട്. സോ ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദിസ് വേ. I of t, okay, is equal to, what is this, Vs by R. Vs by R ലേക്കാണ്, Vs by R എന്ന് പറയുന്നത് എന്താണ്, ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ എന്ത് പറ്റും, this inductor acts as a short circuit. So Vs by R will be the final current, steady state current flowing through this circuit. So this is the current in the circuit at t equal to infinity alle, plus what is I0, that is the current in the circuit at t equal to 0. So I of 0 minus again I of infinity into e to the power of minus t by tau. Okay, let me just put it like this. And what is tau? Tau is equal to t by tau, no, L by R. Tau is equal to L by R. So this is a standard solution. അതായത് നിങ്ങൾക്ക് if you can reduce എന്താണ് the given circuit to some inductor and capacitor, ഒരു സിംഗിൾ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ you can use this standard solution, or this thing always works. എന്താണ്, നമുക്ക് KVLും KCLും അപ്ലൈ ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് അതിനെ സോൾവ് ചെയ്യുന്ന അപ്രോച്ച് വർക്ക് ചെയ്യും, ബട്ട് ഇറ്റ് ഈസ് വെരി കമ്പൾസം, as you will see a little bit further, right? So there is standard solution. Both of these are right. This is one way of writing, this is the exact solution. Okay, so if you draw the graph, okay, so 0 t and this is I of t. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, let this be I0 and let this be Vs by R. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് I of t എന്ന് പറയുന്ന കറണ്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ 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 ഇതിലോട്ട് അപ്രോച്ച് ചെയ്യും. അപ്പം ഈ Vs by Rൽ എത്തുന്നു നമ്മൾ അസ്യൂം ചെയ്യുന്നത്, even later you will see it is at 5 tau എന്ന് പറയുന്ന ടൈം പീരീഡ്. tau is time period. Let me write it down, time period. 5 times ടൈം പീരീഡ് പാസ് ചെയ്യുമ്പോഴാണ് ഇത് സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഐഡിയലി എന്താണ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ മാത്രമേ എത്താവൂ, പക്ഷേ 5 tau ടൈം പീരീഡ് കഴിഞ്ഞാൽ വി അസ്യൂം ഓക്കെ എത്തി എന്നുള്ളത്. ഓക്കെ, this is the DC or step response for an RL network. ഇനി ഈ സിമിലർ വേയിൽ നമുക്ക് എന്താണ്, സിമിലർ വേയിൽ we can do the DC or step response of an RC network. അതെങ്ങനെയാണ്, again
നമ്മുടെ premise എല്ലാം similar ആണ്. The switch closes at t equal to 0. We have a resistance and a capacitor. Let's call this Vs. The same current I, R and C. Okay. So ഇതിൽ നമ്മൾ എങ്ങനെയാണ് how do we move forward? We have V equal to I into R plus 1 by C integral I dt. Okay. Vs is equal to but എനിക്കിതിൽ നമുക്കിതിൽ ഇവിടെ കപ്പാസിറ്റർ ആണ് നമ്മുടെ എനർജി സ്റ്റോറിങ് എലമെൻറ്റ്. ഒരെണ്ണം മാത്രമേ കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദിസ് V, that is the voltage across the capacitor. Earlier it was the current through the inductor, now it is the voltage across the capacitor, which is our variable of interest. Okay, and we can write I equal to C dV by dt. We put that into this equation, we will get something like Vs equal to C dV by dt into R plus 1 by C. This integral of C dV by dt will become CV. C vertical. Okay, and then again rearranging and adjusting, we will get something like dV by dt plus 1 by RC into V is equal to Vs by RC. ഇത് നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയ ഒരു സിമിലർ ഫോമാറ്റിലാണ് ഉള്ളത്. ഇതേപോലത്തെ ഒരു ഫോമാറ്റിലാണ് ഉള്ളത്. അതിന് നമ്മൾ സിമിലർ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക്, എങ്ങനെ നമുക്ക് കിട്ടുന്നത്, വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് we'll get the solution. Let me write it here. We'll get the solution as V is equal to I'm writing small letter c, okay, minus Vs e to the power of minus t by RC. This is a solution, but again not the exact solution. അപ്പം ഇതിന് നമ്മൾ വീണ്ടും എന്താണ് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ എന്താണ്, ദാറ്റ് ഈസ് ഇഫ് ദർ ഇസ് എൻ initial value across the initial voltage across the capacitor, that is at t equal to 0, let V be V0 ആണെങ്കിൽ എന്ത് പറ്റും, this V0 is equal to C minus Vs എന്നുള്ളൊരു സാധനം കിട്ടും അല്ലേ. സോ what will you get? You will get something like ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, സോറി. അതായത് V is equal to നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ V is equal to Vs plus C e to the power of minus t by RC എന്നാണ് വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ്, അറ്റ് t equal to 0, assume that the voltage across the capacitor, that is the initial voltage V is equal to V0, and നമ്മളത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get C as a certain value, and finally we will get V is equal to Vs plus V0 minus Vs into e to the power of minus t by RC. Okay, to the power of minus t by RC. അപ്പം ഇത് നമുക്ക് നേരത്തെ കറണ്ടിൻ്റെ കിട്ടിയ പോലെ തന്നെയാണ്. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് V, that is the voltage across the capacitor, V of t. Let's say V of t is equal to voltage at infinity plus initial voltage minus voltage at infinity or steady state to e to the power of minus t by tau. Right, that is tau is equal to RC. നേരത്തെ L by R ആയിരുന്നു, ഇപ്പോൾ R by C ആയി. സോ അപ്പം ഇത് വരുമ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെയാണ്. എങ്ങനെയാണ്, ഫ്രം an initial value V0 to a final value V of infinity. V of infinity എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ഇത് Vs തന്നെ ആയിരിക്കും.
it will grow like this. This will be 5 tau, right? This is the and then ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ബേസിക് അനാലിസിസ് ആണ്. So this itself is a little bit cumbersome, അല്ലേ? Now let's see. Okay, we'll stop this particular lecture at this point, and in the next lecture we will see the analysis of a second order system, ഒരു sample analysis ആണ്. Okay, and after that we will do some problems. Okay, thank you.